ഹായ് വെൽക്കം ബാക്ക്. ഇന്നൊരു ടീ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് ഹാഫ് മൂൺ എന്നാണ് പറയുക നമ്മളിങ്ങോട്ടല്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി തിന്നായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് വാടി കിട്ടുന്നവരൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ. കരിഞ്ഞു പോകാണ്ട് ഒന്ന് വാട്ടിയെടുക്കുക വേണ്ടേ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജീസും കൂടി ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് വലിയ ക്യാരറ്റല്ല, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ എടുത്ത ക്യാരറ്റിൻ്റെ നേരെ പകുതി അളവിൽ ക്യാബേജും എടുത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാബേജും ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വാട്ടിക്കൊടുക്കുക. ഇത് വല്ലാണ്ടൊന്നും കുക്ക് ചെയ്തെടുക്കണ്ട. ഒന്ന് ഈ ഒരു റോ സ്മെല്ലുണ്ടാവില്ലേ, അതൊന്ന് മാറിക്കിട്ടിയാൽ മതി. അപ്പോൾ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഫ്ലെയിം ലോ ആക്കി വെക്കണേ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ചു പോവും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവേ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മസാലാസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ പച്ചമുളക് ആഡാക്കുന്നില്ല. അപ്പോൾ കുരുമുളക് പൊടി എത്രയാണോ വേണ്ടത് അത് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും കൂടി ആവശ്യമുണ്ട്. വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് സ്പൈസസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നില്ലേ. ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയെന്നേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. വെള്ളം കുറയൊന്നും വേണ്ട. ഇതൊന്ന് നമുക്ക് ക്രീമി ഒരു ടെക്സ്ചർ ഉണ്ടാവില്ലേ, അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ മസാല അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ മിക്സാക്കുക. അപ്പോൾ ഇതൊന്ന് കുക്കായി കിട്ടും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേ, കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തിക്കായി പോവും. അപ്പോൾ അതെല്ലാം മെല്ലെ മെല്ലെ ഇളക്കിയിട്ട് അതിനെ തിക്കാക്കി എടുക്കുക. അപ്പോൾ ഈ മൈദപ്പൊടി കുക്കായി കിട്ടുമേ, പെട്ടെന്ന് ആയിക്കോളും. കുറച്ച് വെള്ളം മതി, ഒരു 2-3 ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്കാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് അളവിനുണ്ടാവേ. ഇത് നോർമൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. ചെറിയ പീസസ് ആക്കിയിട്ട് അങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ചിക്കൻ്റെ അളവൊന്നും അങ്ങനെ കറക്റ്റായിട്ടില്ല. ചിക്കൻ അത്യാവശ്യം വേണം, എന്നാലേ ഇതൊരു ടേസ്റ്റ് ഉണ്ടാവേ. ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സ്നാക്സാണ് ഇത് ബീഫ് വെച്ചിട്ടോ അങ്ങനെ വേറെ എന്ത് വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കുക, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ മസാല സെറ്റായിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡോ സെറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1.5 കപ്പ് വെള്ളം എടുത്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് സെയിം അളവിന് 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എത്രയാണോ വെള്ളം എടുക്കുന്നത് ആ സെയിം അളവിൽ തന്നെ മൈദപ്പൊടി കൊടുക്കുക. അപ്പോൾ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ വെള്ളം എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളെ പത്തിരിപ്പൊടിയെല്ലാം ഒന്ന് വാട്ടിയെടുക്കുന്നില്ലേ, അതേപോലെ തന്നെ സെയിമാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് കുറച്ചൊരു ഹാർഡായിരിക്കും. ഈ ഒരു സ്നാക്സിന് നല്ല സോഫ്റ്റാണ് വേണ്ടേ. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഈ ഹാഫ് മൂൺ എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്നിങ്ങനെ വാട്ടിയെടുക്കണം. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി എല്ലായിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചൂട് തണിയുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുക. നമ്മളെ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റിൽ ഇങ്ങനെ കുഴച്ചെടുക്കണേ. കുറച്ച് സമയം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ഉണ്ട പിടിച്ചെടുക്കാം. പിന്നെ കുറേ ഉണ്ടയൊന്നും വേണ്ട, ഒരു 2-3 ഉണ്ട, 2-3 ഉണ്ടൻ്റെ വണ്ണത്തിന് അങ്ങനെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കെല്ലാം പരത്തിയെടുക്കുന്ന പോലെ ആ ഒരു കട്ടിക്ക് തന്നെയാണ് പരത്തിയെടുക്കേണ്ട. വല്ലാണ്ട് തിന്നായി പോറേ. അപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഷേപ്പൊന്നും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ പരത്തി എടുത്തതിന് ശേഷം ഇതേപോലത്തെ ഒരു റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും നമുക്കിങ്ങനെ വെച്ച് മുറിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ഈ ഹാഫ് മൂൺ വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് എടുത്ത് കൊടുക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമുക്ക്. ഇത് ഓരോന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ചപ്പാത്തിൻ്റെ നമ്മളെ ചപ്പാത്തിൻ്റെ അല്ല, നമ്മൾ ആ ഡോ ഇല്ലേ, അത് 3 ഇതേപോലെ പരത്തിയിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-30 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവിൽ. അപ്പോൾ അതങ്ങനെ എടുത്ത് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഞാനെല്ലാം കൂടി ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്ന് എടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക വേണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മസാലയില്ലേ, കുറച്ച് സ്പൂണിലൊക്കെ കോരിയെടുത്തിട്ട് നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുക സെൻറ്റർ. അപ്പോൾ ഹാഫ് മൂണിൻ്റെ ഷേപ്പ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതേപോലെ തന്നെ ആക്കിയെടുക്കേണ്ടതെന്ന്. പെട്ടെന്ന് ആക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, എന്താണെന്ന് വെച്ചാൽ പിന്നെ നന്നായിട്ട് മസാല അകത്ത് വെച്ച് കൊടുക്കാൻ പാടില്ല. ഓവറായിപ്പോയി ഇത് പ്രസ്സായി കിട്ടൂല, പുറത്തേക്കൊക്കെ ചാടിയിട്ട് ഈ ഒരു ഷേപ്പിൽ കിട്ടൂലേ. അപ്പം മിനിമലായിട്ടുള്ള മസാല വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ വാട്ടിയെടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ്സാവുക. പിന്നെ വിട്ട് വരുമൊന്നുമില്ല, കൈ വെച്ചിട്ട് തന്നെ അമർത്തി കൊടുക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ മസാല വെച്ച് കൊടുത്തിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് പെട്ടെന്ന് നടക്കുന്നുണ്ട്. ആദ്യം കുറച്ച് സമയം ടൈം പിടിക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഈ ഷേപ്പ് ചെയ്തെടുക്കൽ അടിപൊളിയാണ്, പെട്ടെന്ന് ആവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇതേപോലെ ആക്കിയെടുക്കുക. ഫില്ലിങ്ങൊന്നും പുറത്താവാണ്ടാക്കണം, കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അകത്ത് ഓയിലെല്ലാം കയറും. അപ്പോൾ നല്ല പ്രസ് ചെയ്ത് കൈ വെച്ചിട്ട് അമർത്തി ഇതേപോലെ ആക്കിയെടുക്കുകയെന്നേ വേണ്ടേ. ഈ ഹാഫ് മൂണിലെ കുട്ടിയൊക്കെല്ലാം കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇഷ്ടമാവും, കാരണം നല്ല രസമാണ് കാണാൻ. ഇത് കാണുമ്പോൾ ഒരു നഗറ്റ്സിൻ്റെ എല്ലാം ലുക്ക് ഉണ്ട് ലാസ്റ്റ് കാണുമ്പോൾ. പക്ഷെ കുറച്ചൊരു മെനക്കെട്ട പരിപാടിയാണ്, എന്നാലും ഓക്കെ, ലുക്ക് വൈസ് അടിപൊളിയാണ്, കഴിക്കാനും അടിപൊളി തന്നെയാണ്. പക്ഷെ കുറച്ചൊന്ന് മെനക്കെടൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആക്കി കൊടുത്ത കുട്ടിയൊക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുവേ.
അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് മൂൺ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ്. ആരെങ്കിലും ഗസ്റ്റെല്ലാം വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അകത്ത് നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്ങാണ്, പിന്നെ അകത്ത് നല്ല സോഫ്റ്റുമാണ്, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ഇതെല്ലാവരും ഇഷ്ടമായിനെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.